ഫ്ലുവൻ്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മനസ്സിലുള്ളത് എന്താണോ അത് നല്ല ഒഴുക്കോടെ ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കണം, അല്ലേ? അപ്പോൾ സാധാരണ കോൺവെർസേഷൻസിൽ നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് പാറ്റേൺസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അത് കഴിഞ്ഞ് വരുന്നത് വിഷ് വരുന്ന 2-3 പാറ്റേൺസ് ആണ്. അപ്പം നിങ്ങൾക്ക് തോന്നിയേക്കാം അത് ഗ്രാമർ ഒക്കെ ഉള്ള കാര്യമല്ലേ എന്ന്. ഒറ്റ നോട്ടത്തിൽ ടഫാണെന്ന് തോന്നും, പക്ഷെ നമുക്കത് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് നോക്കാം. എല്ലാവരും തന്നെ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആക്കിയിരുന്നു. അപൂർവം കുറച്ചുപേർക്ക് തെറ്റിയത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ 4ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ദ കാണുന്നില്ലേ നിങ്ങൾ? അവിടെ ആ ഒരു ദ പെൻഡിങ് വർക്ക് അല്ലെങ്കിൽ ദ പെൻഡിങ് ടാസ്ക്സ് എന്ന് പറയണം. പിന്നെ പെൻഡിങ് വർക്ക്സ് എന്ന് പറയുന്നത് അത്ര നാച്ചുറൽ ആയിട്ട് തോന്നില്ല, കാരണം സാധാരണ അങ്ങനെയുള്ള കാര്യങ്ങൾ ജോലി എന്നുള്ള അർത്ഥത്തിൽ വർക്ക് എന്ന് സിംഗുലർ ആയിട്ടാണ് പറയുക. അപ്പോൾ ദ പെൻഡിങ് വർക്ക് അല്ലെങ്കിൽ ദ പെൻഡിങ് ടാസ്ക്സ് എന്ന് പറയാം. ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്, പക്ഷെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ആവശ്യം വരുന്ന ഒരു പാറ്റേൺ ആണ് താനും. പലപ്പോഴും നമ്മൾ ആരെയെങ്കിലും കുറിച്ച് ചോദിക്കേണ്ടി വരുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഒരു പുതിയ ടീച്ചർ വന്നു എന്നിരിക്കട്ടെ. അപ്പൊ ടീച്ചർ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ചോദിക്കില്ലേ? അല്ലെങ്കിൽ ഓഫീസിൽ ഒരു പുതിയ സ്റ്റാഫ് വന്നെങ്കിൽ അയാൾ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അവരെങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ പരസ്പരം ചോദിക്കുമല്ലോ. ആ ചോദ്യം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ ഇവിടെ അയാളുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ ചോദിക്കുന്നത് ഇവിടെ, അല്ലെ? അയാളുടെ ആ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നേച്ചർ എന്താണ്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്താണ്, ഇതെല്ലാമാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു അർത്ഥം കിട്ടാൻ ഇവിടെ നമ്മൾ ചോദിക്കുക വാട്ട് എന്ന വാക്കുപയോഗിച്ചിട്ടാണ്. അപ്പോൾ അയാൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണമെങ്കിൽ വാട്ട് ഇസ് ഹി ലൈക്ക് എന്ന് ചോദിക്കും. അപ്പോൾ വാട്ട് ഇസ് ഹി കഴിഞ്ഞിട്ട് ലൈക്ക് വരണം കേട്ടോ. അതായത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഉദ്ദേശിക്കുന്നത് അയാളെ കാണാൻ എങ്ങനെയുണ്ടെന്ന് മാത്രമല്ല, അയാളുടെ പേഴ്സണാലിറ്റി എന്താണ്, അയാളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ്. അപ്പോൾ വാട്ട് ഇസ് ഹി ലൈക്ക് എന്ന് ചോദിക്കാം. പിന്നെ ഇവിടെ അയാളെ കാണാൻ എങ്ങനെയുണ്ടെന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വാട്ട് ഇസ് ഹി ലുക്ക് ലൈക്ക് എന്നും ചോദിക്കാം. പിന്നെ അതല്ല, കാഴ്ചയ്ക്ക് എങ്ങനെയാണെന്ന് മാത്രമല്ല, അയാളുടെ നേച്ചറിനെ കുറിച്ചുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് ചോദിക്കാവുന്നത് വാട്ട് ഇസ് ഹി ലൈക്ക് എന്നാണ്. ഇനി നമ്മൾ ഈ പറയുന്ന ആളൊരു ടീച്ചർ ആണെന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് ചോദിക്കേണ്ടത് ഒരു ടീച്ചർ എന്ന നിലയിൽ അയാൾ എങ്ങനെയുണ്ട് എന്നാണെങ്കിൽ വാട്ട് ഇസ് ഹി ലൈക്ക് ആസ് എ ടീച്ചർ എന്ന് ചോദിക്കും. വാട്ട് ഇസ് ഹി ലൈക്ക് ആസ് എ ടീച്ചർ, ടീച്ചർ എന്ന രീതിയിൽ ആ നിലയിൽ അയാൾ എങ്ങനെയുണ്ടെന്ന്. അതുകൊണ്ടാണ് ആസ് എ ടീച്ചർ എന്ന് ആഡ് ചെയ്തത് കേട്ടോ. വാട്ട് ഇസ് ഹി ലൈക്ക് ആസ് എ ടീച്ചർ. അപ്പൊ അവിടെ നമ്മൾ അയാളുടെ പ്രത്യേകതകൾ പറയും. അയാള് സ്ട്രിക്റ്റ് ആണ് പക്ഷെ വളരെ സപ്പോർട്ടീവ് ആണ് എന്ന് പറയണമെങ്കിൽ ഹി ഈസ് സ്ട്രിക്റ്റ് ബട്ട് വെരി സപ്പോർട്ടീവ്. കണ്ടോ, അവിടെ അയാളുടെ ക്യാരക്ടർ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ഹി ഈസ് സ്ട്രിക്റ്റ് ബട്ട് വെരി സപ്പോർട്ടീവ്. ചോദ്യം എന്തായിരുന്നു? വാട്ട് ഇസ് ഹി ലൈക്ക്. ഇനി നമുക്ക് പരിചയമുള്ള ഒരാള് ഒരു പുതിയ ഫ്ലാറ്റ് വാങ്ങിയെന്നിരിക്കട്ടെ. അപ്പൊ അവിടെ നമുക്ക് ചോദിക്കേണ്ടത് പുതിയ ഫ്ലാറ്റ് എങ്ങനെയുണ്ട് എന്നാണെന്നിരിക്കട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്ലാറ്റിൽ അവരുടെ ജീവിതം എങ്ങനെയുണ്ട് എന്നല്ല കേട്ടോ, ആ ഫ്ലാറ്റിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്നറിയാമോ? വാട്ട് ഇസ് ദ ന്യൂ ഫ്ലാറ്റ് ലൈക്ക്. വാട്ട്സ് ദ ന്യൂ ഫ്ലാറ്റ് ലൈക്ക്, അതായത് ഫ്ലാറ്റിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഉത്തരം അയാൾക്ക് പറയേണ്ടത് ഫ്ലാറ്റ് നല്ല സ്പേഷ്യസ് ആണ്, പിന്നെ നല്ല വ്യൂ ഉണ്ട് എന്നാണെങ്കിൽ ഇറ്റ്സ് എ സ്പേഷ്യസ് വൺ വിത്ത് എ ഡീസെന്റ് വ്യൂ എന്ന് പറയാം. കൊള്ളാവുന്ന വ്യൂ ഒക്കെ ഉണ്ടെന്ന്. ഇറ്റ്സ് എ സ്പേഷ്യസ് വൺ വിത്ത് എ ഡീസെന്റ് വ്യൂ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഇപ്പൊ ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ അതിനെ കുറിച്ച്. നമ്മൾ ആദ്യം പറഞ്ഞത് വാട്ട് ഇസ് ഹി ലൈക്ക്, ഇവിടെ വാട്ട്സ് ദ ന്യൂ ഫ്ലാറ്റ് ലൈക്ക്. അപ്പൊ ചോദ്യം എപ്പോഴും വരുന്നത് വാട്ട് ഇസ് കഴിഞ്ഞിട്ട് എന്തിനെ കുറിച്ചാണോ അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ ചോദിക്കുന്നത് അതാണ് വരുന്നത്. വാട്ട് ഇസ് ഹി അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ന്യൂ ഫ്ലാറ്റ് ലൈക്ക്. എബ്രോഡൊക്കെ താമസിക്കുന്നവർക്കറിയാം, അവിടെയുള്ളവർക്ക് പലപ്പോഴും നമ്മുടെ ഭക്ഷണ സാധനങ്ങളെ കുറിച്ച് വലിയ പിടിപാട് ഉണ്ടാവണം എന്നില്ല. ഇപ്പൊ നമ്മുടെ പുട്ട് അല്ലെങ്കിൽ അപ്പം ഇതൊക്കെ അവിടത്തുകാര് അറിയണം എന്നില്ല അതിനെക്കുറിച്ച്. അപ്പൊ നമ്മൾ അവിടെയുള്ള ഒരാളോട് ചോദിക്കാന്നിരിക്കട്ടെ, ഹാവ് യു എവർ ട്രൈഡ് പുട്ട്. അതായത് നമ്മുടെ പുട്ട് എപ്പോഴെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ, കഴിച്ചു നോക്കിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവരങ്ങനെ ഒരു സാധനം കഴിച്ചിട്ടില്ല, അവർക്ക് അതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അവരെന്തായിരിക്കും പറയുക? ഇല്ല, അതെങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കില്ലേ? ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും? നോ, വാട്ട് ഇസ് ഇറ്റ് ലൈക്ക്. വാട്ട്സ് ഇറ്റ് ലൈക്ക് എന്നാണ് അവിടെ ചോദിക്കുക. കാരണം അവര് പുട്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, ഒരു വസ്തുവാണല്ലോ. അതുകൊണ്ടാണ് വാട്ട് ഇസ് ഇറ്റ് ലൈക്ക് എന്ന് ക്വസ്റ്റ്യൻ വന്നത് കേട്ടോ. ഇനി നിങ്ങളുടെ ഒരു ഫ്രണ്ട് നോർവേയിൽ പോയി എന്നിരിക്കട്ടെ. അപ്പൊ അധികം പേരങ്ങനെ പോവാത്തൊരു സ്ഥലമാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ചൊന്നും അറിയില്ല.
നിങ്ങൾ അയാളോട് ചോദിക്കുന്നത് നോർവേയിലെ കാലാവസ്ഥ എങ്ങനെയുണ്ട്, അതായത് കാലാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം. അപ്പൊ നിങ്ങൾ എങ്ങനെ ചോദിക്കും? വാട്ട് ഇസ് ദ ക്ലൈമറ്റ് ലൈക്ക് ഇൻ നോർവേ? വാട്ട് ഇസ് ദ ക്ലൈമറ്റ് ലൈക്ക് ഇൻ നോർവേ? കണ്ടോ, അവിടെയും അതേ പാറ്റേണാ വന്നേ. വാട്ട്സ് ദ ക്ലൈമറ്റ് ലൈക്ക്, വാട്ട് ഇസ് ഇറ്റ് ലൈക്ക്, വാട്ട് ഇസ് ഹി ലൈക്ക്. മനസ്സിലായോ? അപ്പൊ വാട്ട് ഇസ് കഴിഞ്ഞിട്ട് എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ആ വാക്ക് അവിടെ വരണം. അപ്പൊ ഇതിന് ഉത്തരമായിട്ട് അയാള് നോർവേയിലെ ക്ലൈമറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരും. മനസ്സിലായോ? അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു തരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും: വിന്റേഴ്സ് ആർ കോൾഡ് ആൻഡ് സമ്മേഴ്സ് ആർ മൈൽഡ്. വിന്റേഴ്സ് നല്ല തണുപ്പാണ്, സമ്മർ വേനൽക്കാലം ആണെങ്കിൽ വളരെ മൈൽഡ് ഉള്ളതാണ്, വലിയ ചൂടില്ല എന്ന്. മനസ്സിലായോ? അപ്പൊ അവിടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് പറയുന്നത്, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്, വാട്ട് ഇസ് ഇറ്റ് ലൈക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മൾ കണ്ട ചോദ്യം ഓർക്കുന്നുണ്ടോ? അയാൾ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ഒരാളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ്? വാട്ട് ഇസ് ഹി ലൈക്ക്, അല്ലെ? വാട്ട്സ് ഹി ലൈക്ക് എന്നാണ് ചോദിച്ചത്. പക്ഷെ ഈ ചോദ്യം ഇങ്ങനെ വരുന്നതെന്ന് ഓർത്ത് നോക്കിയേ, അയാൾക്ക് എങ്ങനെയുണ്ട്, അതായത് അയാൾക്ക് സുഖമില്ലായിരുന്നു എന്നിരിക്കട്ടെ, ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഇപ്പൊ അയാൾക്ക് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് സുഖമാണോ എന്നൊക്കെ ഒരു അർത്ഥത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എങ്ങനെയാ ചോദിക്കുക? ഹൗ ഇസ് ഹി എന്ന് ചോദിച്ചാൽ മതി. മനസ്സിലായോ? ഹൗ ഇസ് ഹി, അതായത് അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അവിടെ നമ്മൾ ഹൗ ഇസ് ഹി ലൈക്ക് എന്ന് ചോദിക്കില്ല കേട്ടോ, അവിടെ ലൈക്ക് വരില്ല. അയാളുടെ രീതികളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ചോദിക്കുമ്പോഴാണ് വാട്ട്സ് ഹി ലൈക്ക് എന്ന് ചോദിക്കുന്നത്. അയാൾക്ക് എങ്ങനെയുണ്ട് എന്നാണ് ചോദ്യമെങ്കിൽ ഹൗ ഇസ് ഹി എന്ന് മാത്രം ചോദിച്ചാൽ മതി. അപ്പൊ നമ്മളിപ്പോ രണ്ടാമത് കണ്ട ഈ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഉണ്ടല്ലോ, അത് നമ്മൾ പലപ്പോഴും ഡെയിലി ലൈഫിൽ ചോദിക്കുന്നതല്ലേ. ഒരാളെ കണ്ടാൽ നിങ്ങൾക്ക് സുഖമാണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൗ ആർ യു. അമ്മ സുഖമായിരിക്കുന്നു എന്നുള്ളതിന് നമ്മൾ എന്ത് ചോദിക്കും? ഹൗ ഇസ് യുവർ മദർ. അവിടെ ഹൗ ഇസ് യുവർ മദർ നിങ്ങളെ കുറിച്ചായതുകൊണ്ട് ഹൗ ആർ യു എന്ന് ചോദിച്ചു. നമ്മൾ ഉണ്ടാക്കിയ ഒരു കേക്ക് ഒരാള് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അയാളോട് എന്ത് ചോദിക്കും? കേക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കില്ലേ? ഹൗ ഇസ് ദ കേക്ക്. കണ്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ യു എന്ന് പറഞ്ഞു വന്നതുകൊണ്ടാണ് ഹൗ ആർ യു വന്നത്. അല്ലെങ്കിൽ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, കേക്ക് എങ്ങനെയുണ്ട് കഴിച്ചിട്ട് എന്നൊക്കെ അറിയണമെങ്കിൽ ഹൗ ഇസ് വരും. ഹൗ ഇസ് യുവർ മദർ, ഹൗ ഇസ് ദ കേക്ക് എന്ന്. അപ്പോ വാട്ട് ഇസ് ഷീ ലൈക്കും ഹൗ ഇസ് ഷീയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇപ്പൊ ഇനി നമ്മൾ അടുത്ത പാറ്റേൺ കാണാൻ പോവാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, വിഷ് വരുന്ന കുറച്ച് പാറ്റേൺസ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് വിഷിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള യൂസ്, സാധാരണ വേർബ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ എങ്ങനെയാണ് വിഷ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഈ ഒരു മലയാളം സെന്റൻസ് കാണിക്കാം കേട്ടോ. എനിക്ക് പറയണം, എനിക്ക് നിങ്ങളോട് നന്ദി പറയണം. അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് സാധാരണ കോൺവെർസേഷൻസിൽ കാഷ്വൽ ആയിട്ട് നമ്മൾ എങ്ങനെ പറയും? ഐ വോണ്ട് ടു താങ്ക് യു എന്ന് പറഞ്ഞാൽ പോരെ? അവിടെ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യണം, ആഗ്രഹം ഉണ്ട് എന്നുള്ളതിന് വോണ്ട് യൂസ് ചെയ്തു. ഐ വോണ്ട് ടു താങ്ക് യു എന്ന് പറഞ്ഞു. ഇനി ഇത് നമ്മൾ കുറച്ചുകൂടെ ഫോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും എന്നറിയാമോ? അവിടെ വോണ്ട് അല്ല പറയുക. അവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു, ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു. അപ്പൊ അവിടെ ഐ ലൈക്ക് ടു പോരാ, ഫോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ഐഡ് ലൈക്ക് ടു, ഐ വുഡ് ആണ് കേട്ടോ ഐഡ് എന്ന് പറയുന്നത്, ഐഡ് ലൈക്ക് ടു താങ്ക് യു എന്ന് പറഞ്ഞു. ഇതിന് പകരം ഫോർമലായിട്ട് തന്നെ പറയുമ്പോൾ ഐഡ് ലൈക്ക് ടു എന്നുള്ളതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് വിഷ്. ഐ വിഷ് ടു താങ്ക് യു എന്ന് പറയും. അപ്പോൾ പലപ്പോഴും ഒരു സ്പീച്ചിലൊക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഫോർമൽ ഒരു പരിപാടിയിൽ പ്രസംഗിക്കാന്നിരിക്കട്ടെ, അപ്പോൾ ഐ വിഷ് ടു താങ്ക് യു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഐഡ് ലൈക്ക് ടു എന്നുള്ളതിന് പകരം. മനസ്സിലായോ? അപ്പൊ സാധാരണ കാര്യങ്ങൾ പറയുമ്പോൾ ഐ വിഷ് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ എന്ന് നമ്മൾ പറയണം എന്നില്ല. സാധാരണ ഒരു കാഷ്വൽ കോൺവെർസേഷൻ അല്ലേ, അവിടെ ഐ വിഷ് ടു പറയണ്ട. ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ വിഷ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ വന്നതെന്ന് കണ്ടോ? ഐ വിഷ് ടു താങ്ക് യു. വിഷ് കഴിഞ്ഞിട്ട് ടു പ്ലസ് ഇൻഫിനിറ്റീവ്. ആ താങ്ക് എന്ന് പറയുന്ന വേർബാണ്, അതിന്റെ ഇൻഫിനിറ്റീവ് ഫോം വന്നു ടുവിന്റെ കൂടെ. അങ്ങനെയാണ് ഇത് വരുന്നത്. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടെ ഇങ്ങനെ കാണിക്കാം. നമ്മുടെ വീട്ടിൽ മോനോ മോൾക്കോ എന്തെങ്കിലും ഒരു ആവശ്യം സ്കൂളിലുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ അവിടെ സ്കൂളിൽ പോയിട്ട് ഓഫീസിൽ ചെന്ന് പറയാണ്, എനിക്ക് ഹെഡ് മാസ്റ്ററോട് ഒന്ന് സംസാരിക്കണം. അപ്പോൾ ഐ വോണ്ട് ടു എന്ന് പറയുന്നതിലും കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് വരിക വിഷ് യൂസ് ചെയ്യുന്നതായിരിക്കും. ഐ വിഷ് ടു സ്പീക്ക് ടു ദ ഹെഡ് മാസ്റ്റർ. ഐ വിഷ് ടു സ്പീക്ക്. വിഷ് കഴിഞ്ഞിട്ട് ടു സ്പീക്ക്, സംസാരിക്കണം എന്ന്. കണ്ട, അവിടെയും ആ വാക്ക് ടോക്ക് എന്നല്ല ഞാൻ പറഞ്ഞേ. ഹെഡ് മാസ്റ്ററോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഫോർമൽ ആയിട്ടുള്ളൊരു ഇതവിടെ വരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഐ വിഷ് ടു സ്പീക്ക് ടു ദ ഹെഡ് മാസ്റ്റർ. അവിടെ മുൻപ് ഞാൻ പറഞ്ഞല്ലോ ഐഡ് ലൈക്ക് ടു പറയാം, അതിന് പകരമാണ് ഈ വിഷ് നമ്മളിവിടെ കൊണ്ടുവന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ അവിടുന്ന് റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കാന്നിരിക്കട്ടെ.
അപ്പൊ അത് നമുക്ക് വളരെ ഫോമലായിട്ട് സുപ്പീരിയേഴ്സിനോട് പറയണമെങ്കിൽ അവിടെ വിഷ് യൂസ് ചെയ്യാം. ഐ വിഷ് ടു റിസൈൻ ഫ്രം മൈ പൊസിഷൻ എന്ന് പറയും. ഐ വിഷ് ടു റിസൈൻ. ഐ വോണ്ട് ടു റിസൈൻ നമ്മൾ പറയില്ലല്ലോ. അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് വളരെ ഫോമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഒരു കാര്യം നമുക്ക് എങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാൻ വിഷ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പൊ അവിടെ വിഷ് കഴിഞ്ഞിട്ട് ഇൻഫിനിറ്റീവ് വന്നു. വിഷ് പ്ലസ് ടു പ്ലസ് ഇൻഫിനിറ്റീവ്. ഇനിയാണ് സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന 2-3 പാറ്റേൺസ് വിഷിന്റെ നമ്മൾ കാണാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, അയാൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അയാളിപ്പോ ഇവിടെ ഉണ്ടോ? ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ ഒരു കാര്യം നമ്മൾ ഈ പറയുന്നത് ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ചാണ്. ഇപ്പോ ഈ ഒരു മൊമെന്റില് അയാൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ പ്രസന്റിലെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒരു മലയാളം സെന്റൻസ് കാണിക്കാം. സിമ്പിൾ ആയിട്ടുള്ളത് വെച്ച് നമുക്ക് തുടങ്ങാം. ഉത്തരം അറിയാമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഫുൾ സെന്റൻസ് അങ്ങനെയാണ്. അപ്പൊ ഉത്തരം അറിയാമായിരുന്നെങ്കിൽ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ അത് നമ്മൾ എങ്ങനെ പറയും? ഐ വിഷ്, അത് ആദ്യം വരണം. ഐ വിഷ് എന്ത്? ഉത്തരം നമുക്ക് അറിയാമായിരുന്നെങ്കിൽ എന്ന്. ഐ ന്യൂ ദി ആൻസർ. ഐ വിഷ് ഐ ന്യൂ ദി ആൻസർ. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ടീച്ചർ നിങ്ങളോട് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് അത് പറയാൻ അറിയില്ല. അപ്പൊ പഴയ കാര്യമല്ലല്ലോ, ഇപ്പോ പ്രസന്റിലെ കാര്യമാണ്. അത് നമ്മൾ എങ്ങനെയാ പറയുന്നത്? നിങ്ങൾ ഇപ്പൊ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഐ വിഷ്ഡ് എന്ന് പറയണ്ട, ഐ വിഷ് ഐ ന്യൂ ദി ആൻസർ. ഉത്തരം അറിഞ്ഞിരുന്നെങ്കിൽ എന്ന്. ആ അറിയുക എന്നുള്ളതിന് നോ ആണല്ലോ വരുന്നത്. അതിന്റെ പാസ്റ്റ് ടെൻസ് വരണം. എന്തിനെ കുറിച്ച് പറയാൻ? പ്രസന്റിലെ ഒരു കാര്യം തിരിച്ച് മറിച്ചായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ, എനിക്ക് അറിയാമായിരുന്നെങ്കിൽ എന്ന് പറയാൻ. കാരണം നിങ്ങൾക്ക് അറിയില്ല, അതിന്റെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അറിയാമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ഉപയോഗിക്കുന്നത്. ഐ വിഷ് ഐ ന്യൂ ദി ആൻസർ. അപ്പൊ ഇവിടെ തെറ്റാവുന്ന എന്താണെന്നറിയാമോ? ഇപ്പോഴത്തെ കാര്യമാണല്ലോ പറയുന്നതെന്ന് ഓർത്തിട്ട് ഐ വിഷ് ഐ നോ ദി ആൻസർ എന്ന് പറയും. അത് പാടില്ല. ഐ വിഷ് ഐ ന്യൂ എന്ന് തന്നെ വരണം. ഇനി നിങ്ങൾ സ്കൂളിൽ ചെറിയ ക്ലാസ്സസിലൊക്കെ ഫ്രഞ്ച് കുറച്ച് പഠിച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രഞ്ച് അറിയാം, പക്ഷെ നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാണ്, ഫ്രഞ്ച് നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എന്ത് പറയും? ഐ വിഷ് ഐ സ്പോക്ക് ഫ്രഞ്ച് ഫ്ലുവന്റ്ലി. ഐ വിഷ് ഐ സ്പോക്ക്. സ്പീക്ക് ആണല്ലോ സംസാരിക്കുക. ഭാഷയെ കുറിച്ച് പറയുമ്പോൾ സ്പീക്ക് ഉപയോഗിക്കും. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്പോക്ക്. ഐ വിഷ് ഐ സ്പോക്ക് ഫ്രഞ്ച് ഫ്ലുവന്റ്ലി. അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കൂ. ഞാൻ ഫാമിലിയുടെ കൂടെ കൂടുതൽ സമയം ചെലവാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇപ്പോ അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ ജോലി സ്ഥലത്ത് വലിയ തിരക്കാണ്, അതുകൊണ്ട് ഒട്ടും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചു പോകുന്നത്. അപ്പൊ എന്ത് പറയും? ഐ വിഷ് ഐ സ്പെൻഡ് മോർ ടൈം വിത്ത് മൈ ഫാമിലി. ഐ സ്പെൻഡ് വന്ന വാക്ക് കണ്ടോ? ഐ വിഷ് ഐ സ്പെൻഡ്, ടി ആണ് വരുന്നത്. സ്പെൻഡ് എന്നുള്ളതിന് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം അവിടെ. പക്ഷെ അടുത്ത സെന്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ എപ്പോഴും ഓൺലൈൻ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിഷ് ചെയ്തേക്കാം, ഇങ്ങനെ ആഗ്രഹിച്ചു പോയേക്കാം, ഞാൻ ഓൺലൈൻ ഒരുപാട് സമയം ചെലവഴിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവിടെ നെഗറ്റീവ് വരണം. അവിടെ എന്താ പറയാന്നറിയാമോ? ഐ വിഷ് ഐ ഡിഡ്ന്റ് സ്പെൻഡ് സോ മച്ച് ടൈം ഓൺലൈൻ. അവിടെ എന്താ വന്നേ നെഗറ്റീവ് ആക്കാൻ? ഐ വിഷ് ഐ ഡിഡ്ന്റ് സ്പെൻഡ്. കാരണം നെഗറ്റീവ് ആക്കാൻ നമ്മൾ ഡിഡ് കൊണ്ടുവരണം, ഡിഡിന്റ് എന്ന് പറയണം അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെ സ്പെൻഡ്, ടി വേണ്ട ഡി. അതായത് ഡിഡിന്റ് കഴിഞ്ഞിട്ട് സ്പെൻഡിന്റെ ബേസ് ഫോം ഉപയോഗിക്കണം എന്ന്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ ഐ വിഷ് ഐ സ്പെൻഡ്, രണ്ടാമത്തേല് ഐ വിഷ് ഐ ഡിഡിന്റ് സ്പെൻഡ്. നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് വളരെ ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ, എന്നും പോയി വരുന്നത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? ഞാൻ ഓഫീസിൽ നിന്ന് ഇത്രയും ദൂരെ അല്ലായിരുന്നു താമസിച്ചിരുന്നതെങ്കിൽ എന്ന് പ്രതീക്ഷിച്ചു പോവും, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു പോവും അല്ലെ, ആഗ്രഹിച്ചു പോവും. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഐ വിഷ് ഐ ഡിഡ്ന്റ് ലിവ് സോ ഫാർ ഫ്രം മൈ ഓഫീസ്. ഐ വിഷ് ഐ ഡിഡ്ന്റ് ലിവ് സോ ഫാർ ഫ്രം മൈ ഓഫീസ്. അവിടെ ഐ ഡിഡ്ന്റ് ലിവ്, അങ്ങനെ ഇത്ര ദൂരെ താമസിച്ചില്ലായിരുന്നെങ്കിൽ നെഗറ്റീവ് കൊണ്ടുവരണ്ടേ? അതാ നമ്മളിങ്ങനെ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതുപോലെ നമ്മൾ വിഷ് യൂസ് ചെയ്യുമ്പോൾ വിഷിന്റെ കൂടെ കുഡ് കൂടെ വരുന്നത്. അതെപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ,
ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവിടെയാണ് നമ്മൾ ഈ could കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് പറയേണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കൂ, എനിക്കൊരു പുതിയ ഫോൺ വാങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. അതായത് ഒരു പുതിയ ഫോൺ വാങ്ങാൻ വേണ്ടിയുള്ള പണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണല്ലോ നമ്മളിവിടെ പറയുന്നത്. അവിടെ നമ്മൾ എന്ത് പറയുന്നറിയോ? ഐ വിഷ് ഐ കുഡ് എഫോർഡ് എ ന്യൂ ഫോൺ. എഫോർഡ് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു സാധനം വാങ്ങാൻ വേണ്ടുന്നത്ര പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവുക, ചെലവാക്കാനുള്ള പണം ഉണ്ടാവുക എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞത് ഐ വിഷ് ഐ കുഡ് എഫോർഡ് എ ന്യൂ ഫോൺ. അവിടെ എഫോർഡ് എന്ന് പറയുന്ന വേർബിന് മുൻപിൽ നമ്മൾ കൊണ്ടുവന്നത് കുഡ് ആണ്. അവിടെ ക്യാൻ അല്ല, അതിന്റെ പാസ്റ്റ് ടെൻസ് ആയ കുഡ് കൊണ്ടുവരണം. ഇത്രയും നേരം നമ്മൾ അങ്ങനെയല്ലേ കണ്ടേ, പ്രസന്റിലെ ഒരു കാര്യത്തെക്കുറിച്ച്. ഇപ്പൊ എനിക്ക് ഫോൺ വാങ്ങാൻ പറ്റുന്നില്ല, പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഐ വിഷ് ഐ കുഡ് എഫോർഡ്, ഐ വിഷ് ഐ കുഡ് ഗോ. പോകാൻ പറ്റിയിരുന്നെങ്കിൽ, പോകാൻ പറ്റുന്നില്ല, പറ്റിയിരുന്നെങ്കിൽ. മറക്കരുത് കേട്ടോ, ഇതെല്ലാം നമ്മൾ പ്രസന്റ് ടെൻസിലെ കാര്യമാണ് പറയുന്നത്. മറ്റ് ടെൻസസ് നമ്മൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ ആരോടെങ്കിലും പറയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറയുന്നത്. എന്ത് പറയും? വി വിഷ് വി കുഡ് ഹെൽപ്പ് യു. വി വിഷ് വി കുഡ് ഹെൽപ്പ് യു. വി കഴിഞ്ഞിട്ട് കുഡ്. ആ കുഡ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് പിന്നെ ഹെൽപ്പ് വേണ്ട, വി വിഷ് വി കുഡ് ഹെൽപ്പ് യു എന്ന് മാത്രം പറഞ്ഞാൽ മതി. കുഡ് കഴിഞ്ഞിട്ട് പിന്നെ മുൻപ് നമ്മൾ ഡിഡിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്, കുഡ് കഴിഞ്ഞാൽ ആ അടുത്ത വരുന്ന വേർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കുക. ഇത്രയും നേരം നമ്മൾ കണ്ടത് ഈ പ്രസന്റ് ടെൻസിൽ തന്നെ ഐ വിഷ്, അതുപോലെ വി വിഷ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന സെന്റൻസസ് അല്ലേ. പക്ഷെ ഹി അല്ലെങ്കിൽ ഷീ ഒക്കെ വെച്ച് തുടങ്ങുന്ന തരം സെന്റൻസ് ആണെങ്കിൽ അതെങ്ങനെ വരുന്നത് ഇനി നമുക്ക് നോക്കാം. അപ്പൊ എനിക്കിവിടെ പറയേണ്ടത്, കൂടുതൽ ഉയരം ഉണ്ടായിരുന്നെങ്കിൽ എന്നയാള് ആഗ്രഹിക്കുന്നു. അപ്പോ ഇപ്പൊ അയാൾക്ക് തോന്നുന്നത് വേണ്ടത്ര പൊക്കമില്ല എന്നാണ്. കൂടുതൽ ഉയരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിക്കുന്നു, അയാളാണ്. അപ്പൊ എന്താ സെന്റൻസ് തുടങ്ങുന്ന രീതി എന്നറിയാമോ? ഹി വിഷസ്. ഹി ആയതുകൊണ്ട് വിഷിന്റെ കൂടെ എസ് ചേർക്കണം, പക്ഷെ ഇവിടെ സ്പെല്ലിങ്ങിന് വ്യത്യാസം വരും. വിഷ്, ആ ഷ എന്നുള്ള ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ, അവിടെ ഇ എസ് വരണം. ഹി വിഷസ് എന്ത്? ഹി were taller. കൂടുതൽ ഉയരം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ ടോൾ എന്ന് വെച്ചാൽ ഉയരമുള്ളത്, കൂടുതൽ എന്ന് പറയാൻ ടോളർ കൊണ്ടുവരണം നമ്മള്. പക്ഷെ ഞാൻ എന്താ പറഞ്ഞത് നോക്കി, ഹി വിഷസ് ഹി were taller. ഇവിടെ നിങ്ങൾക്ക് സംശയം തോന്നും, ഹി were വരുന്നത് എങ്ങനെയാണ്? ഹി ഒരാളല്ലേ, അപ്പൊ ഹി വാസ് അല്ലേ വരേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ ഇത് ഒരു അൺറിയൽ ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചല്ലേ പറയുന്നത്, നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണല്ലോ. ഇപ്പൊ അയാൾക്ക് ഇത്രേ പൊക്കേ ഉള്ളൂ, അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ തന്നെ അയാൾക്ക് കൂടുതൽ ഉയരം ഉണ്ടാകുന്നത്? അയാൾ ജസ്റ്റ് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ ഒരു റൂൾ ഇവിടെ കൊണ്ടുവരുന്നത്. ഹി ആണെങ്കിലും ഷീ ആണെങ്കിലും സബ്ജക്റ്റ് ഇങ്ങനെ സിംഗുലർ ആയിട്ട് വരുമ്പോഴും ഹി were എന്ന് നമുക്ക് പറയാമെന്നല്ല, ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ ഇതാണ് കറക്റ്റ്. ഹി were taller എന്ന് പറയണം. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഹി വാസ് ടോളർ എന്നാണ് കൂടുതൽ പേരും പറയുക. അത് തെറ്റാണെന്നല്ല, പക്ഷെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഒരു ടെസ്റ്റ് പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ആദ്യത്തേതാണ് ഏറ്റവും നല്ലത്. ഹി were taller എന്ന് എഴുതുന്നതാണ് സേഫ്. അപ്പൊ രണ്ടാമത്തത് ഓക്കെയാണ് കേട്ടോ. ഹി വിഷസ് ഹി വാസ് ടോളറും ഓക്കെയാണ്. ആ ഒരു പോയിന്റ് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നോക്കാം. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കൂ, ഇപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ജോലിയുള്ളൊരു ദിവസമാണ്, പക്ഷെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഞങ്ങൾ ഇന്ന് ഫ്രീ ആയിരുന്നെങ്കിൽ എന്ന്. അതായത് ഇന്ന് ജോലിയുണ്ട്, പക്ഷെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? വി വിഷ് വി were ഫ്രീ. ഫ്രീ ആയിരുന്നെങ്കിൽ, അപ്പൊ വി വിഷ് വി were ഫ്രീ. അപ്പൊ അതിന്റെ കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, അതുകൊണ്ട് വി വിഷ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊണ്ടുവരണം പ്രസന്റിലെ കാര്യത്തെക്കുറിച്ച് പറയാൻ. അപ്പൊ വി were ഫ്രീ എന്ന് പറഞ്ഞു. പക്ഷെ ഇത് അയാളെ കുറിച്ച് പറയുന്നതെങ്കിലോ, അല്ലെങ്കിൽ അവളെ കുറിച്ച്, ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയുമായിരുന്നു? ഷീ വിഷസ് ഷീ were ഫ്രീ എന്ന് തന്നെ പറയാമെന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഷീ വിഷസ് ഷീ were ഫ്രീ. പക്ഷെ ഷീ വിഷസ് ഷീ വാസ് ഫ്രീയും ഈക്വലി കറക്റ്റ് ആണ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യം വരുമ്പോൾ. സാധാരണ സംസാരിക്കുമ്പോൾ ഷീ വാസ് ഫ്രീ എന്ന് പറയാം. ഇനി അടുത്തത്, എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പൊ കാർ ഇല്ല, കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ എന്ത് പറയും? ഐ വിഷ് ഐ ഹാഡ് എ കാർ.
ഹാഡ് എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു കാര്യം ഉണ്ടാവുക എന്നുള്ളതിന് നമ്മൾ ഹാവ് ഉപയോഗിക്കും. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. ഐ വിഷ് ഐ ഹാഡ് എ കാർ. അപ്പൊ ഇവിടെ അയാളെ കുറിച്ചാ പറയുന്നെങ്കിലോ, ഹി വിഷസ് ഹി ഹാഡ് എ കാർ. അവിടെ ഹി വിഷസ് വരണം, അത് കഴിഞ്ഞിട്ട് അയാൾക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോ ഐ ആണെങ്കിലും വി ആണെങ്കിലും ഹി ആണെങ്കിലും എല്ലാം ഹാവിന്റെ പാസ്റ്റ് ടെൻസ് ഹാഡ് എന്ന് തന്നെയാ വരിക അല്ലെ, അതിന്റെ കൂടെ പറയുമ്പോ. അതാ പറഞ്ഞത് ഹി വിഷസ് ഹി ഹാഡ് എ കാർ. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് എത്തുക കേട്ടോ. നമ്മൾ ഇത്ര നേരം കണ്ടത് വിഷ് ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രസന്റിലെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതെന്നല്ലേ. അപ്പൊ മുൻപ് ഈ സെന്റൻസ് ഓർക്കുന്നില്ലേ, ഞങ്ങൾ ഇന്ന് ഫ്രീ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനെ പറഞ്ഞേ, വി വിഷ് വി were ഫ്രീ ടുഡേ. അപ്പൊ ഇന്ന് പ്രസന്റിലെ കാര്യമാണ്, അവിടെ നമ്മൾ വി were ഫ്രീ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ നാളെയെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ, ടുമോറോ എന്നുള്ള വാക്കാണ് വരുന്നതെങ്കിലോ, അവിടെ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ എങ്ങനെയാണ് നമ്മൾ വിഷ് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഞങ്ങൾ നാളെ ഫ്രീ ആയിരുന്നെങ്കിൽ എന്നാണ് നമുക്ക് പറയേണ്ട സെന്റൻസ്. പക്ഷെ അവിടെ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ, നാളെ നമ്മൾ ഫ്രീ അല്ല എന്ന് നമുക്ക് അറിയാം, നാളെ നമുക്ക് ഡ്യൂട്ടി ഉണ്ട്, ജോലിക്ക് പോയേ പറ്റൂ. പക്ഷെ ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ആ സിറ്റുവേഷൻ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. മാറ്റാൻ പറ്റാത്ത കാര്യമാണ്, വെറുതെ അങ്ങനെ ആഗ്രഹിച്ചു പോവാണ്. അവിടെ നമ്മൾ എന്ത് പറയും നാളെയെ കുറിച്ച്, വി വിഷ് വി were ഫ്രീ ടുമോറോ. അപ്പൊ അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രസന്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഫ്യൂച്ചറിനെ കുറിച്ചുമാണ് പറയുന്നതെങ്കിലും വിഷിന്റെ കൂടെ ആ വേർബിന്റെ പാസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? അവിടെ വ്യത്യാസമൊന്നുമില്ല ആ റൂളിന്റെ കാര്യത്തിൽ. അപ്പൊ ഞാൻ ഇതുപോലെ കൂടുതൽ എക്സാമ്പിൾസ് പറയാം. നാളെ അവധി ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നാളെ വർക്കിംഗ് ഡേ ആണെന്ന് എനിക്ക് അറിയാം, നാളെ ജോലിക്ക് പോയേ പറ്റൂ, അതിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. പക്ഷെ ഞാൻ വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, ആശിച്ചു പോവുകയാണ്. അപ്പൊ അവിടെ എങ്ങനെ പറയും നോക്കൂ, ഐ വിഷ് ഇറ്റ് were എ ഹോളിഡേ ടുമോറോ. നാളത്തെ കാര്യം പറഞ്ഞത്, എന്നിട്ടും യൂസ് ചെയ്ത് പാസ്റ്റ് ടെൻസ് ആണ്. ഐ വിഷ് ഇറ്റ് were എ ഹോളിഡേ ടുമോറോ. അപ്പൊ അവിടെ നിങ്ങൾ നോക്കണേ, ഇറ്റ് were എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ആ റൂൾ ഓർമ്മയില്ലേ, ഷീ ആണെങ്കിലും ഹി ആണെങ്കിലും സിംഗുലർ ആയിട്ട് വരുന്ന എന്താണെങ്കിലും, ഇവിടെ ഇറ്റ് സിംഗുലർ ആണ്, അത് കഴിഞ്ഞ് were യൂസ് ചെയ്യാം. പക്ഷെ പേടിക്കണ്ട, നമുക്ക് ഇവിടെ വാസും ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ഐ വിഷ് ഇറ്റ് വാസ് എ ഹോളിഡേ ടുമോറോ. ഇനി അടുത്ത സിറ്റുവേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇന്നിപ്പോ സൺഡേ ആണെന്നിരിക്കട്ടെ, അപ്പൊ നാളെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഞാൻ ആശിക്കുകയാണ്, ഞാൻ നാളെ ജോലി ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ എന്ന്. അപ്പൊ അവിടെ ഒരു കണ്ടിന്യൂസ് ഫോം വന്നത് നിങ്ങൾ കണ്ടല്ലോ, ജോലി ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ. അവിടെ എങ്ങനെ പറയും, ഐ വിഷ് ഐ weren't working tomorrow. ഐ വിഷ് ഐ weren't working tomorrow. അപ്പൊ അവിടെയും ഈ weren'tന് പകരം wasn't ഉപയോഗിക്കാം, ഐ ആയതുകൊണ്ട്. ഐ വിഷ് ഐ wasn't working tomorrow അങ്ങനെയും പറയാം. ഇപ്പൊ നമ്മുടെ പേരൻസ് കുറച്ച് നാള് നമ്മുടെ കൂടെ താമസിച്ചിട്ട് നാളെ അവർ പോവാന്നിരിക്കട്ടെ, അപ്പൊ നമുക്ക് എന്ത് വിഷമായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് പറയും, അവര് നാളെ പോകുന്നില്ലായിരുന്നെങ്കിൽ, അവര് നാളെ ലീവ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോവാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയും, ഐ വിഷ് they weren't leaving tomorrow. കണ്ടോ, ഐ വിഷ് they weren't leaving tomorrow. നാളെ അവര് പോകുന്നില്ലായിരുന്നെങ്കിൽ, അവിടെ ഒരു കണ്ടിന്യൂസ് ഫോം വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ING ഇവിടെ ഉപയോഗിച്ചത്. പിന്നെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നുണ്ടാവും, നമ്മൾ ഈ ഫ്യൂച്ചറിലെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വി വിഷ് യൂസ് ചെയ്യുന്നത്, വി ഹോപ്പ് എന്ന് പറഞ്ഞുകൂടെ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അവിടെ നിങ്ങൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. നമ്മൾ വിഷ് ഉപയോഗിക്കുന്ന എപ്പോഴാണെന്ന് അറിയാമോ, ഫ്യൂച്ചറിലെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും അവിടെ അത് മാറ്റാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. നമ്മൾ വെറുതെ അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വി വിഷ് ആണ് ഉപയോഗിക്കുക. നേരെ മറിച്ച് മാറ്റാൻ പറ്റുന്ന, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ഹോപ്പ് എന്ന് പറഞ്ഞ പ്രതീക്ഷ അവിടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇപ്പൊ മുൻപ് നമ്മളൊരു സെന്റൻസ് പറഞ്ഞില്ലേ, ഞങ്ങൾ നാളെ ഫ്രീ ആയിരുന്നെങ്കിൽ. അവിടെ നമ്മൾ ഫ്രീ അല്ല, നമുക്ക് നാളെ ജോലിക്ക് പോയേ പറ്റൂ എന്നറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ വിഷ് ഉപയോഗിച്ചത്. വി വിഷ് വി were ഫ്രീ ടുമോറോ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്, അവിടെ ഒരു ചോയ്സ് നമുക്കുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഹോപ്പ് പറയും. വി ഹോപ്പ് വി ആർ ഫ്രീ ടുമോറോ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ വന്ന വ്യത്യാസം കണ്ടോ, വി ഹോപ്പ് കഴിഞ്ഞിട്ട്
വി ആർ ഫ്രീ. പിന്നെ നമ്മൾ എന്തിനാ വി വേർ ഫ്രീ എന്ന് ഒരു അൺറിയൽ സിറ്റുവേഷൻ പറയുന്നത് പോലെ നമ്മൾ പറയണം? നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണല്ലോ വി വേർ ഫ്രീ ടുമോറോ എന്ന് പറയുന്നത്. നേരെ മറിച്ച് അങ്ങനെ ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട്, നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു, ഹോപ്പ് ചെയ്യുന്നു എന്നാണെങ്കിൽ വി ഹോപ്പ് വി ആർ ഫ്രീ ടുമോറോ എന്ന് പറയാം. മുൻപ് നമ്മൾ അവധിയെ കുറിച്ചൊരു സെന്റൻസ് പറഞ്ഞില്ലേ, നാളെ അവധി ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവധി അല്ലാന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഐ വിഷ് ഇറ്റ് വേർ എ ഹോളിഡേ ടുമോറോ എന്ന്, അല്ലെങ്കിൽ ഐ വിഷ് ഇറ്റ് വാസ് എ ഹോളിഡേ ടുമോറോ എന്ന് പറയും അല്ലെ. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഓർത്തു നോക്കൂ, നാളെ അവധി ആവാൻ സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ടെന്നാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയും? ഐ ഹോപ്പ് ഇറ്റ് ഇസ് എ ഹോളിഡേ ടുമോറോ. ഐ ഹോപ്പ് ഇറ്റ്സ് എ ഹോളിഡേ ടുമോറോ. അപ്പൊ അവിടെ നമ്മൾ ഇറ്റ് വാസോ ഇറ്റ് വേറോ ഒന്നുമല്ല, ഇറ്റ് ഇസ് ആണ് പറഞ്ഞത്. ഐ ഹോപ്പ് ഇറ്റ്സ് എ ഹോളിഡേ ടുമോറോ. അപ്പൊ നമ്മൾ വിഷ് എങ്ങനെയാണ് പ്രസന്റിലെ കാര്യങ്ങളെ കുറിച്ചും ഫ്യൂച്ചറിലെ കാര്യങ്ങളെ കുറിച്ചും ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി അല്ലെ. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ വിഷ് ഉപയോഗിച്ച് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ചില ആഗ്രഹങ്ങൾ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത് നമുക്കിനി നോക്കാം. പലപ്പോഴും ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും, ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടിരുന്നെങ്കിൽ എന്ന്. ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അച്ഛനും അമ്മയൊക്കെ നേരത്തെ എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട്, അന്ന് നമ്മളിതൊന്നും അനുസരിച്ചുമില്ല. ഇപ്പൊ നമ്മൾ ഓർക്കുകയാണ് പണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ പറയുന്നറിയാമോ? വിഷ് ഉപയോഗിച്ച് ഈ ഒരു കാര്യം പറയുമ്പോൾ വേർബിന്റെ ആ ഒരു ടെൻസ് ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഐ വിഷ് ഐ ഹാഡ് ലിസൺ ടു ദെം. ഐ വിഷ് ഐ ഹാഡ് ലിസൺഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അവിടെ എന്താ വന്നത്? ലിസൺഡ് എന്നല്ല പറഞ്ഞേ, ഹാഡ് ലിസൺഡ്. അതായത് അവിടെ നമ്മൾ ആ ഒരു പാസ് പെർഫെക്റ്റ് ഫോം ആണ് കൊണ്ടുവന്നത്. ഹാഡിന്റെ കൂടെ ആ ഒരു V3 ഫോം ആണ് കേട്ടോ ഇവിടെ ലിസൺഡ്. അത് വരുമ്പോ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് പാസ് പെർഫെക്റ്റ് ഫോം. അപ്പൊ പാസ്റ്റ് ടെൻസിലെ കാര്യത്തെ കുറിച്ച് പറയാൻ വിഷ് ഉപയോഗിക്കുമ്പോൾ പാസ് പെർഫെക്റ്റ് ഫോമിലാണ് വേർബ് വരേണ്ടത്. മനസ്സിലായോ? ഐ വിഷ് ഐ ഹാഡ് ലിസൺ ടു ദെം. അപ്പൊ ഇവിടെ നോക്കണം, നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ കാര്യമാണ്, ഇപ്പൊ ഇരുന്ന് ആഗ്രഹിക്കുകയാണ്, ഇപ്പൊ ആശിക്കുകയാണ്. അതുകൊണ്ടാണ് ഐ വിഷ്ഡ് എന്നല്ല പറഞ്ഞത്, ഐ വിഷ്. അവിടെ വിഷ് തന്നെ കേട്ടോ, വിഷ്ടില്ല. ഐ വിഷ് ഐ ഹാഡ് ലിസൺഡ് ടു ദെം. ഇനി നമുക്ക് പാസ്റ്റില് ഒരു ജോബ് ഓഫർ വന്നിരുന്നു എന്നിരിക്കട്ടെ, പക്ഷെ നമ്മൾ ആ ജോബ് എന്തുകൊണ്ടോ സ്വീകരിച്ചില്ല. ഇപ്പൊ നമ്മൾ ഒരു റിഗ്രറ്റോടെ വിചാരിക്കുകയാണ്, ഞാൻ ആ ജോലി എടുത്തിരുന്നെങ്കിൽ എന്ന്. അവിടെ നമ്മൾ എങ്ങനെ പറയും? ഐ വിഷ് ഐ ഹാഡ് ടേക്കൻ ദറ്റ് ജോബ്. കണ്ടോ, ഐ വിഷ് കഴിഞ്ഞിട്ട് ഐ ഹാഡ് ടേക്കൻ, ഐ കഴിഞ്ഞിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ഫോം ആണ് വന്നത്. ഹാഡിന്റെ കൂടെ ടേക്കൻ, കാരണം ഹാഡ് വന്നു കഴിഞ്ഞാൽ ടേക്കിന്റെ മൂന്നാമത്തെ ഫോമായ ടേക്കൻ യൂസ് ചെയ്യണം. ഐ വിഷ് ഐ ഹാഡ് ടേക്കൻ ദറ്റ് ജോബ്. പലപ്പോഴും ആളുകൾ ഇങ്ങനെ വിചാരിക്കുന്നത്, പറയുന്നത് കണ്ടിട്ടില്ലേ, ഞാൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കരിയർ ആണ് എടുത്തിരുന്നതെങ്കിൽ എന്ന് ഞാൻ ഇപ്പൊ ആശിച്ചു പോവാണ്. അവിടെ എന്ത് പറയും? ഐ വിഷ് ഐ ഹാഡ് ചോസൻ എ ഡിഫറെന്റ് കരിയർ. ഐ വിഷ് ഐ ഹാഡ് ചോസൻ, ഞാൻ വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കരിയർ ആണ് ചൂസ് ചെയ്തിരുന്നതെങ്കിൽ എന്ന്. അപ്പൊ ഈ ചൂസ് എന്ന് പറയുന്ന വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ചോസൻ. എന്താ പറഞ്ഞത്? പാസ്റ്റ് പെർഫെക്റ്റ് ഫോം. ഐ വിഷ് ഐ ഹാഡ് ചോസൻ എ ഡിഫറെന്റ് കരിയർ. ഇനി ഇവിടെയും നമുക്ക് നെഗറ്റീവ് ഫോമില് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ഞാനത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ന്. അപ്പൊ കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്, ഇപ്പോഴത്തെ അല്ല. പാസ്റ്റിൽ നമ്മൾ എന്തോ പറഞ്ഞു പോയി, അതങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോവാണ്. അപ്പൊ എന്ത് പറയും? ഐ വിഷ് ഐ ഹാഡിൻറ്റ് സെഡ് ദാറ്റ്. ഐ വിഷ് ഐ ഹാഡിൻറ്റ് സെഡ് ദാറ്റ്. ഹാഡ് സെഡിന്റെ നെഗറ്റീവ് ആണ് ഹാഡിൻറ്റ് സെഡ്. ഐ വിഷ് ഐ ഹാഡിൻറ്റ് സെഡ് ദാറ്റ്. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഒരുപാട് തർക്കിച്ചു, ഇപ്പൊ തോന്നുകയാണ് അത് വേണ്ടായിരുന്നു, തർക്കിക്കണ്ടായിരുന്നു എന്ന്. എന്ത് പറയും? ഐ വിഷ് ഐ ഹാഡിൻറ്റ് ആർഗ്യൂഡ് വിത്ത് ഹർ. ഐ വിഷ് ഐ ഹാഡിൻറ്റ് ആർഗ്യൂഡ് വിത്ത് ഹർ. ഫോണിലൊക്കെ ഒരുപാട് സമയം ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരുന്ന് കുറേ ടൈം വേസ്റ്റ് ആക്കിയ ഒരാൾക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നിയേക്കാം, ഞാൻ ഇങ്ങനെ ഇത്രയും സമയം പാഴാക്കി കളയരുതായിരുന്നു എന്ന്. അപ്പൊ ഇവിടെ നമ്മൾ ഹീ വെച്ചാണ് സെന്റൻസ് തുടങ്ങുന്നത്. ഒരാളെ കുറിച്ചല്ലേ പറയുന്നേ. അവിടെ എങ്ങനെ പറയും? ഹി വിഷസ് ഹി ഹാഡിൻറ്റ് വേസ്റ്റഡ് സോ മച്ച് ടൈം ഓൺലൈൻ. ഹി വിഷസ് ഹി ഹാഡിൻറ്റ് വേസ്റ്റഡ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ കണ്ടു? പ്രസന്റിലെയും ഫ്യൂച്ചറിലെയും പാസ്റ്റിലെയും കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ് വിഷ് ഉപയോഗിച്ച് പറയുന്നതെന്ന് മനസ്സിലാക്കി അല്ലെ. പക്ഷെ ഇനി കാണാൻ ഒരു പാറ്റേൺ കൂടെ ബാക്കിയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, വിഷ് കഴിഞ്ഞിട്ട് വുഡ് യൂസ് ചെയ്യുന്നത്.
മുൻപ് നമ്മൾ വിഷിന്റെ കൂടെ കുഡ് യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയാൻ. ഇതങ്ങനെയല്ല, വിഷിന്റെ കൂടെ വുഡ് ആണ് വരുന്നത്. അത് കുറച്ച് വ്യത്യാസമുള്ളൊരു യൂസേജ് ആണ്. അത് നമുക്കിനി നോക്കാം. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കുട്ടികളെ കുറിച്ച് ഇങ്ങനെ പറയില്ലേ, എത്ര പറഞ്ഞാലും അനുസരിക്കില്ല, എന്ത് പറഞ്ഞാലും കേൾക്കുന്നില്ല എന്നൊക്കെ പറയില്ലേ. അതായത് നമ്മൾ പലതവണ പറഞ്ഞിട്ടും ഇവരത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പൊ ആ ഒരു സ്വഭാവം ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളിവിടെ വേറൊരാളുടെ ഒരു രീതി, പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ബിഹേവിയർ അത് മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. മാത്രമല്ല ഇത് പലതവണ പറഞ്ഞുകൊണ്ട് നമ്മളും ഇപ്പൊ ഫ്രസ്ട്രേറ്റഡ് ആണ്, നമ്മൾ ഇറിറ്റേറ്റഡ് ആണ്, എനോയിഡ് ആണ് നമ്മൾ. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ വിഷിന്റെ കൂടെ വുഡ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ, അവള് ഞാൻ പറയുന്നത് ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവാണ്. അവിടെ എങ്ങനെ പറയും? ഐ വിഷ് ഷീ വുഡ് ലിസൺ ടു മീ. അവിടെ വുഡ് ആണ് വന്നത്. ഐ വിഷ് ഷീ വുഡ് ലിസൺ ടു മീ. നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ് ഇവൾ ഈ ഒരു അവളുടെ രീതി ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ. സാധാരണ ശ്രദ്ധിക്കാറില്ല, ഇനിയെങ്കിലും പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന്. അവിടെയാണ് വുഡ് വരുന്നത്. ഐ വിഷ് ഷീ വുഡ് ലിസൺ ടു മീ. അപ്പൊ ഇവിടെ ഒരു കാര്യം, ഇവിടെ നമുക്ക് ഐ വിഷ് ഷീ ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ വ്യത്യാസം, നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അവരുടെ ബിഹേവിയർ മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരെത്ര പറഞ്ഞിട്ടും അത് മാറ്റാത്തത് കൊണ്ട് നമ്മൾ എനോയിഡ് ആണ്, നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട്. ആ ഒരു സെൻസ് വരണമെങ്കിൽ, അത് കൺവേ ചെയ്യാനാണ് നമ്മൾ ഈ വുഡ് ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ പറയണമെങ്കിൽ ഐ വിഷ് ഷീ ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ മതി. അതായത് ഇന്നിപ്പോ എന്തോ പറഞ്ഞിട്ട് കേട്ടില്ല, കേട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് വെറുതെ പ്ലെയിൻ ആയിട്ട് ജനറൽ ആയിട്ട് പറയാൻ ഈ രണ്ടാമത് പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. പക്ഷെ നമുക്ക് അതിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ അവിടെ നമ്മൾ വുഡ് ഉപയോഗിക്കണം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരാള്, അയാൾ ഏത് സമയം ചൂളം വിളിക്കുന്നിരിക്കട്ടെ, വിസിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് നമ്മൾ പലതവണ അയാളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അയാൾ നിർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഇറിറ്റേറ്റഡുമാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയും? ഐ വിഷ് യു വുഡന്റ് വിസിൽ ഓൾ ദ ടൈം. ഏത് സമയവും നീ ഇങ്ങനെ വിസിൽ ചെയ്യാതിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഐ വിഷ് യു വുഡന്റ് വിസിൽ ഓൾ ദ ടൈം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഐ വിഷ് യു വുഡ് സ്റ്റോപ്പ് വിസിലിംഗ് ഓൾ ദ ടൈം. ഏത് സമയവും ഇങ്ങനെ വിസിൽ ചെയ്തത് ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഐ വിഷ് യു വുഡ് സ്റ്റോപ്പ് വിസിലിംഗ് ഓൾ ദ ടൈം. അതുപോലെ നമ്മുടെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഒരാള് ഫോണിൽ ഉറക്കെ സംസാരിക്കുകയാണെങ്കിൽ, നമ്മൾ ഭയങ്കരമായിട്ട് അത് എനോയിഡ് ആണ് നമ്മൾ അതിലെങ്കിൽ, നമ്മൾ എന്ത് പറയും? ഐ വിഷ് ഹി വുഡ് സ്റ്റോപ്പ് ടോക്കിംഗ് സോ ലൗഡ്ലി ഓൺ ദ ഫോൺ. ഐ വിഷ് ഹി വുഡ് സ്റ്റോപ്പ് ടോക്കിംഗ് ലൗഡ്ലി ഓൺ ദ ഫോൺ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആരുടെയെങ്കിലും ആ ഒരു പ്രവൃത്തി, ആ രീതി, ആ ബിഹേവിയർ മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ വുഡ് യൂസ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഇത് ഒരാളെ കുറിച്ച് മാത്രമല്ല, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാം. ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ എപ്പോഴും വളരെ സ്ലോ ആണെങ്കിൽ, അത് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, നമുക്ക് അവിടെ പറയാം ഐ വിഷ് മൈ കമ്പ്യൂട്ടർ വുഡ് വർക്ക് ഫാസ്റ്റർ. കാരണം ഇത് എപ്പോഴും സ്ലോ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണിത്. അവിടെയാണ് നമ്മൾ ആ വുഡ് കൊണ്ടുവന്നത്. ഐ വിഷ് മൈ കമ്പ്യൂട്ടർ വുഡ് വർക്ക് ഫാസ്റ്റർ. പലർക്കും അനുഭവം ഉണ്ടാവും അല്ലെ, പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഇങ്ങനെ ഈ വീക്കെൻഡ്സിൽ കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലും പരീക്ഷണമൊക്കെ നടത്തും. അത് കഴിഞ്ഞ് കിച്ചണിൽ സാധനങ്ങളെല്ലാം അതേപടി ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ട് പോകും. അപ്പൊ നമ്മൾ എന്ത് പറയും? ഐ വിഷ് യു വുഡന്റ് ലീവ് ദ കിച്ചൺ ഇൻ എ മെസ്. ഐ വിഷ് യു വുഡന്റ് ലീവ് ദ കിച്ചൺ ഇൻ എ മെസ്. ഇത് നമ്മൾ ഇതിനു മുമ്പ് ചിലപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും, അവരത് റിപ്പീറ്റ് ചെയ്യാണ്. അത് അവർ മാറ്റണം, ആ ഒരു രീതി മാറ്റണം എന്ന് നമുക്കുണ്ട്. അതിന്റെ ഇറിറ്റേഷൻ കാണിക്കാനാണ് നമ്മൾ ഈ പറയുന്നത് ഐ വിഷ് യു വുഡന്റ് ലീവ് ദ കിച്ചൺ ഇൻ എ മെസ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിഷിന്റെ കൂടെ വുഡ് വരുമ്പോൾ അത് എപ്പോഴും നമ്മൾ വേറൊരാളെ കുറിച്ച്, വേറൊരു വസ്തുവിനെ കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നത്. നമ്മളെ കുറിച്ച് പറയാൻ ഒരിക്കലും ഇങ്ങനെ വിഷും വുഡും ചേർത്ത് പറയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാണെന്നിരിക്കട്ടെ, അവനൊന്ന് നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ സ്ഥിരമായിട്ട് വൈകി എഴുന്നേക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ മകൻ. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ പറയുന്നത് ഐ വിഷ് ഹി വുഡ് വേക്ക് അപ്പ് ഏർലി. അപ്പൊ അവന്റെ കാര്യം, അവന്റെ ബിഹേവിയർ മാറ്റണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഐ വിഷ് ഹി വുഡ് വേക്ക് അപ്പ് ഏർലി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് ഐ വിഷ് ഐ വുഡ് വേക്ക് അപ്പ് ഏർലി എന്ന് പറയാനുള്ള സാധ്യതയില്ല. ഞാൻ നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ എന്ന് നമ്മൾ എന്തിനാണ് നമ്മളെ കുറിച്ച് തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുന്നത്? നമുക്കത് മാറ്റാവുന്ന കാര്യമല്ലേ ഉള്ളൂ വേണമെങ്കിൽ, അല്ലെ? അതുകൊണ്ടാണ് അവിടെ ഐ വിഷ് ഐ വുഡ് എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം പറയില്ല. അവിടെ പറയാവുന്നത് ഐ വിഷ് ഐ വോക്ക് അപ്പ്
ഏർലി എന്നാണ്. അതായത് ഇന്നിപ്പോ നമ്മൾ എഴുന്നേക്കാൻ വൈകിപ്പോയി, ലേറ്റ് ആയിപ്പോയി, അവിടെ നമ്മൾ ഓർക്കുകയാണ് ഷോ നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ എന്ന്. അവിടെ ആ ഒരു ബിഹേവിയർ മാറ്റുന്ന കാര്യത്തെ കുറിച്ചല്ല, ഇന്നിങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, അത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയാൻ ഐ വിഷ് ഐ വോക്ക് അപ്പ് ഏർലി എന്ന് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട വിഷിന്റെ 3 തരത്തിലുള്ള യൂസ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതായത് 3 ടെൻസസിൽ വരുന്ന ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോ നിങ്ങളുടെ മകള് നിങ്ങൾ പറയുന്നത് കേട്ടില്ല, ഇപ്പോ കേട്ടില്ല, കേട്ടിരുന്നെങ്കിൽ എന്ന് പറയണമെങ്കിൽ ഐ വിഷ് ഷീ ലിസൺഡ് ടു മീ എന്ന് പറയും, പാസ്റ്റ് ടെൻസ്. ഐ വിഷ് ഷീ ലിസൺഡ് ടു മീ. നേരത്തെ കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച്, പാസ്റ്റിൽ അവളൊരു കാര്യം കേട്ടില്ല, അന്ന് അവൾ കേട്ടിരുന്നെങ്കിൽ എന്നൊരർത്ഥത്തിലാണെങ്കിൽ ഐ വിഷ് ഷീ ഹാഡ് ലിസൺ ടു മീ എന്ന് പറയും. അവിടെ വിഷിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നു, ഹാഡ് ലിസൺഡ്. ഇനി അവള് ഇങ്ങനെ നിങ്ങൾ പറയുന്നത് കേൾക്കാറില്ല, അവള് അനുസരിക്കണം എന്ന് നിങ്ങൾ പല തവണ പറഞ്ഞിട്ടും ചെവിക്കൊള്ളാറില്ല, കേൾക്കാറില്ല. അവിടെ ആ ഒരു ഇറിറ്റേഷനോട് കൂടി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയാൻ ഐ വിഷ് ഷീ വുഡ് ലിസൺ ടു മീ എന്നും പറയും. ആ 3 തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ കണ്ട ഈ കാര്യങ്ങൾ ബേസ് ചെയ്താണ് ഞാനിവിടെ ക്വസ്റ്റ്യൻസ് തരുന്നത്. നന്നായിട്ട് ആലോചിച്ച് തന്നെ ആൻസർ ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും വിഷുവായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ആദ്യത്തത്, ഞാനൊരു പൈലറ്റ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു പൈലറ്റ് അല്ല, ഞാനൊരു പൈലറ്റ് ആയിരുന്നെങ്കിൽ എന്ന് പ്രസന്റിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ വിഷാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ഐ കഴിഞ്ഞ് എന്താ വരേണ്ടതെന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ. ഇനി രണ്ടാമത്തത്, നമ്മൾ ഇതേ കാര്യം വേറൊരാളെ കുറിച്ചാണ് പറയുന്നത്. ഒരു പൈലറ്റ് ആയിരുന്നെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അതായത് അയാൾ ഒരു പൈലറ്റ് ആയിരുന്നെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അപ്പൊ മുൻപ് കണ്ട സെന്റൻസ് തന്നെ ഇവിടെ ഹീ വെച്ചാണ് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അതെങ്ങനെ പറയുന്നത് നിങ്ങൾ നോക്കൂ. ഇനി മൂന്നാമത്തത്, ഞാൻ കൂടുതൽ സമ്പാദിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. ഇത് നമ്മൾ പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. സമ്പാദിക്കുക എന്നുള്ളതിന് നമുക്ക് സേവ് എന്ന് പറയാം. അപ്പൊ ഇവിടെ എങ്ങനെ പറയണം എന്ന് ആലോചിക്കൂ. പാസ്റ്റിലെ കാര്യമാണ്, അപ്പൊ ടെൻസ് എങ്ങനെയാ വരേണ്ടതെന്ന് ഓർത്ത് നോക്കണേ. ഇനി നാലാമത്തത്, അവര് പരാതി പറയുന്നത് നിർത്തിയിരുന്നെങ്കിൽ. ഇത് നമ്മളിങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ട് പറയാണ്. അവർ ഏത് സമയവും ഇങ്ങനെ കംപ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കംപ്ലെയിൻ ചെയ്യുന്നത് നിർത്തിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറയാണ്. അപ്പൊ അവിടെ വിഷിന്റെ കൂടെ എന്താ വരേണ്ടത് ഓർത്ത് നോക്കൂ. അപ്പൊ നന്നായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്യുക. ഞാനിവിടെ നിങ്ങളുടെ ആൻസേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലെസൺ നിങ്ങൾക്ക് നന്നായി ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ട്, നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം എന്നെ അറിയിക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമോ എന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ നമുക്കിനി അധികം താമസിയാതെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.